വീട് മാറ്റിവന്ന് ഒരു ആഴ്ച മാത്രമായിരുന്നു. അരുണും അനയും പുതിയ വീട്ടിലേക്കുള്ള ഉല്ലാസകരമായ മാറ്റത്തിൽ ആനന്ദത്തിലായിരുന്നു. പക്ഷേ തറക്കോട്ടയിൽ അകത്തുള്ള പഴയ അലമാരയിൽ നിന്ന് അജ്ഞാതമായൊരു ഫോട്ടോ കണ്ടപ്പോൾ ആ ശാന്തത മാറി. ഫോട്ടോയിൽ 2 കുട്ടികൾ, അരുണിനെയും അനയെയും പോലെ, അതേ മുഖം, പക്ഷേ കണ്ണുകളിൽ ഒരിനം ഇരുണ്ട്. ഇത് ഞങ്ങൾ തന്നെയോ? അനയെ ചോദിച്ചു. ഇതുവരെ ആരും ഈ വീട്ടിൽ താമസിച്ചിട്ടില്ലെന്ന് അമ്മ പറഞ്ഞില്ലേ? അരുണ ഉരുണ്ടുപോയപ്പോൾ മറുപടി കിട്ടിയില്ല. അന്ന് രാത്രി അനയെ ഉറക്കത്തിൽ വിളിച്ചു. അവൾ വന്നിരിക്കുന്നു. ഞാനൊന്നും ചെയ്യാനില്ല. അരുണ എഴുന്നേറ്റ് അനയെ നോക്കി. അവൾ കണ്ണടഞ്ഞ് കണ്ണീരോടെ തലയില്ലാ വാക്കുകൾ പറയുകയായിരുന്നു. പിന്നീട് മുറിയിലെ കോണിൽ ഒരാളുടെ അന്ധാരമായ പ്രതിച്ഛായ. അരുണ നടുങ്ങി. അവളാരാ? അനേധീരെ പറഞ്ഞു. അവൾ എന്റെ സഹോദരി. ആ ഫോട്ടോയിൽ നിന്നുള്ളത്. അവൾ പോയതാ എനിക്ക് പകരം. മറ്റേ ദിവസം അനയുടെ കണ്ണുകളിൽ ആത്മാവ് ഇല്ലാതായി. അവൾ ചിരിച്ചു, പക്ഷേ അത് അനയായിരുന്നില്ല. അരുണ അനക്കരിയിലേക്ക് ഓടി. പഴയ ഫോട്ടോ എടുത്തു പിളർത്തി. കാറ്റ് കത്തിയ പോലെ വീശി. അനയുടെ കുഴിച്ചിരുന്ന മനസ്സിന്റെ ഭാരം അലിഞ്ഞുപോയത് പോലെ തോന്നി. ആ രാത്രി മൂടിക്കിടന്ന ആകാശത്ത് വേഗത്തിൽ നീങ്ങുന്ന ഇരുണ്ട കൂഞ്ഞുകൾ. അനയെ ഒറ്റവരിയായി പറഞ്ഞു. അവൾ പോയി. പക്ഷേ ഇനി അകത്തൊരാൾ ഉണ്ട്.